രാജു 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 നിന്റെ കൂടെ പോകുന്നു. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. നീ ആരാ ചോദിക്കാൻ? നിന്റെ കൂടെ നടന്ന് കേൾക്കാവുന്ന ചീത്ത പേര് മുഴുവൻ കേട്ടു. തൃപ്തിയായില്ലേ? നീ ആദ്യം മുറ്റത്തുനിന്ന് കയറ്, അയൽക്കാര് കേൾക്കും. ഓഹോ, കേൾക്കുമെന്നുള്ളതാ പരാതി. ഇന്നലെ നീ എന്താ കാണിച്ചത്? ഈ നാട്ടിൽ അറിയാത്തായിട്ട് ഒരു കുഞ്ഞെങ്കിലും ബാക്കിയുണ്ടോ? ശരി, നിന്റെ തീരുമാനം അതാണെങ്കിൽ നടക്കട്ടെ. എനിക്കൊരിക്കലും ഇതിലേറെ നല്ലവനാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നീ ജയിച്ചു എന്നൊന്നും കരുതണ്ട. അറിഞ്ഞുകൊണ്ട് ആരെയും എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. മറന്നിട്ടൊന്നുമില്ല അല്ലേ? അങ്ങനെ മറക്കാൻ കഴിയുന്നതാണോ എനിക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം? അതുകൊണ്ടാവും ഇവിടെ തന്നെ വന്നങ്ങ് കയറി പൊറുക്കാമെന്ന് കരുതിയത്. എങ്ങോട്ടാടി ഓടുന്നത്? വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമല്ലോ. നടന്നതെല്ലാം നടന്നു. മേലാൽ അത് ആവർത്തിക്കരുത്. ഇന്ദുവിന്റെ കല്യാണം ഉറപ്പിച്ചു. അത് ഭംഗിയായി നടത്തണം. അതിന് തന്റെ സഹായം ആവശ്യമില്ല. പക്ഷെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സ്വന്തം നില മറക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാ. ഞാനൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ വിളിപ്പിച്ചപ്പോടി വന്നത്. പൂവും പൂത്താലവുമായി വന്ന് ഞാൻ സ്വീകരിക്കുന്നു വിചാരിച്ചു അല്ലേ? ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാണ്. ആ നന്ദി എന്നും എനിക്ക് വീടിനോടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ദു എനിക്ക് വേദനിപ്പിക്കാൻ കഴിയാത്തതും. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പോകാം. പോകുന്നതിന് മുൻപ് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇന്ദു എന്നെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ക്ഷമിക്കണം. ഇതിലും നന്നായി എനിക്ക് ഈ കാര്യം പറയാനാവില്ല. ഞാൻ പോകുന്നു. രാജേട്ടാ, രാജേട്ടാ, രാജേട്ടനില്ലേ ഇവിടെ? ഇന്ദു, ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ഞാൻ ചായ കൊണ്ടുവരേ? വേണ്ട രാജേട്ടാ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. ഇനി ഒന്നും പറയണമെന്നില്ല. ഇന്ദുവിന് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. ഉപദേശിക്കാനുള്ള അവകാശം ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് എനിക്കറിയാം. എന്നാലും പറയാണ്, എന്നെ ഓർത്ത് രാജേട്ടൻ വേദനിക്കരുത്. വിജയേട്ടനെ കൂടാതെ എനിക്ക് ജീവിക്കാനാകില്ല. എന്തു? രാജേട്ടൻ നിന്നെ സഹായിക്കില്ലേ? രാജേട്ടൻ ഒഴിഞ്ഞു മാറരുത്. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് രാജേട്ടന് ആഗ്രഹമുണ്ടെങ്കിൽ രാജേട്ടാ, രാജേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി രാജേട്ടന് ഇഷ്ടം പോലെ. താനീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. തനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ധൃതിപ്പെട്ടി കല്യാണം നിശ്ചയിച്ചത്? എനിക്കിപ്പോഴും അവളെ ഇഷ്ടമാണ്. പക്ഷെ ഇന്ദുവിന് ഇഷ്ടം വിജയനെയാണ്. അവളുടെ ഇഷ്ടമല്ലേ പ്രധാനം. ഇന്ദുവിന് ഒരിക്കലും വിജയനെ മറക്കാനാവില്ല മാവ. തന്റെ ഭാര്യയാവുമ്പോ അവളെല്ലാം മറക്കും. മറന്നേ തീരൂ. അമ്മാവൻ വിചാരിച്ച ചിലപ്പോ ഈ വിവാഹം നടത്താൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഞാൻ ഒരാൾ കാരണം മറ്റു രണ്ടുപേർ ദുഃഖിക്കാൻ ഇടവരുന്നത്. പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതാണോ തന്റെ അവസാന തീരുമാനം? ഇന്ദു ദുഃഖിക്കാൻ ഇടയാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമ്മാവൻ എന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കണം. ആരെതിർത്താലും ഇന്ദു വിജയന് വിവാഹം കഴിക്കും. അപ്പൊ പിന്നെ അതിലും നല്ലത്. അത് തീരുമാനിക്കേണ്ടത് ഞാനാ. തന്റെ തീരുമാനമാണ് എനിക്ക് അറിയേണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ. ഓ, എന്നാ ഇനി എനിക്കൊന്നും കേൾക്കണ്ട.
വിജയേട്ടനല്ലേ? വന്നില്ല. ഡ്രസ്സിലുണ്ടാവുമോ? ചിലപ്പോ കണ്ടേക്കും, പറയാൻ പറ്റില്ല. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ആ ഈശ്വരാ, ഫോൺ കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ പോയി നോക്കണോ? വിഷമില്ലെങ്കിൽ ഒന്ന് പോയിട്ട് വരൂ. ഒരു വിഷമില്ല കുട്ടി. എങ്കിലൊരു പേനയും കള്ളസും തരൂ. ഞാൻ വിജയേട്ടനൊരു കത്ത് തരാം. ആ ഹലോ, ഞാൻ ഇന്ദുവാ. രാജേട്ടനാണോ? രാജേട്ട, ഞാൻ ഇന്ദുവാ. വിജയേട്ടന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നേ. ഒന്ന് വേഗം ഇവിടെ വരെ വരുമോ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുക. വിജയേട്ടൻ ഇവിടെ ഇല്ല. രാജേട്ടൻ വേഗം വരണേ. പ്രിയപ്പെട്ട വിജയേട്ടന്, ഞാൻ വീട് വിട്ടു പോന്നു. ഇപ്പോൾ ഇവിടെ വിജയേട്ടന്റെ വീട്ടിൽ വിജയേട്ടനായി കാത്തിരിക്കുന്നു. ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. വിജയേട്ടൻ ഉടനെ വരണം. വിവരത്തിന് രാജേട്ടനും ഫോൺ ചെയ്തിട്ടുണ്ട്. രാജേട്ടനും ഇപ്പോഴിവിടെ എത്തും. വേഗം വരൂ. സ്വന്തം ഇന്ദു. ഇത് വിജയേട്ടനെ കൊടുത്താൽ മതി. ഒന്ന് വേഗം ചെല്ലൂ. കൊടുത്തേക്കാം. രാജേട്ടൻ എവിടെ? നിന്റെ വിവാഹത്തിന് ഒരു സാക്ഷിയല്ലേ ആവശ്യം? അത് ഞാനായാലും മതിയല്ലോ. എന്നാലും രാജേട്ടനുണ്ടെങ്കിൽ. എന്തിന്? നീ മറ്റൊരുത്തിന്റെ കൂടെ പോകുന്നത് കണ്ട് വേദനിക്കാനോ? നിന്നെ സ്നേഹിച്ചു പോയതിന് അവൻ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കണോ? നീ രാജുവിന്റേതല്ലാതായതോടുകൂടി എനിക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹവും പരിഗണനയും എല്ലാം നഷ്ടമായി. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ നിരവധി പെണ്ണുങ്ങളിൽ ഒരുത്തി മാത്രമാണ് ഇപ്പോൾ നീ പറയുന്നത്. ഏതായാലും നിന്റെ വിവാഹം നടക്കാൻ പോകുകയല്ലേ? എന്റെ വക ഒരു ചെറിയ സമ്മാനം തരാം. അത് തരാൻ ഈ രഘുവിന് മാത്രമേ കഴിയൂ. കമോൺ. ഇന്ദു, ഇന്ദു, ഇന്ദു.
ചേട്ടാ ഇവനെന്ത് പറ്റി? വിജയ് എന്താ ഇത്? എന്റെ എന്തോരു വേണ്ടി എനിക്ക് കണക്ക് തീർക്കാതിരിക്കാനാവില്ലടാ വിജയ്. അച്ചു,
അച്ചു, നീ പോയി കിടന്നുറങ്ങിക്കോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ അങ്ങോട്ട് മാറി. ഞാനും പോവാ. ഇനി ചിലരുടെ പണിയേ ഉള്ളൂ, അത് നമുക്ക് നാളെ ചെയ്യാം. അതന്നെ നല്ലത്. മോളെ റോഡി, ഞാനിന്ന് നിന്റെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. സൈഡിലേക്ക് മോളെ. അല്ല, സാറെന്താ ഈ നേരത്ത്? അല്ല, വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്സിങ്. ഓ, ഇതിന്റെ AC ഇപ്പം വർക്ക് ചെയ്യുന്നില്ല സാറേ. ഉടനെ ശരിയാക്കി തരാമോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുള്ളതാ. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും എടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ടാക്സി വിളിച്ചു പോയിക്കോളാം. ഓ, ടാക്സി കിട്ടണമെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു വരാമേ. ഒന്ന് വേഗം ശരിയാക്കണേ. ശരി. ഇങ്ങോട്ട് വാ. അച്ചു, അച്ചു, എന്താ ഞാൻ ഈ വണ്ടി കൊണ്ട് ട്രാവലിന് പോവാ. നീ കിടന്ന് ഉറങ്ങരുത്. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വരില്ലേ? വരൂടാ. ഈ പൈപ്പിനിപ്പോഴേ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മോളെ റോഡി, ഏതാ ഈ പൽമിനി? നീ ഉറങ്ങല്ലേ, നമുക്ക് കുറച്ച് സംസാരിച്ചിങ്ങനെ ഇരിക്കുക. നീ ഉറങ്ങിയാൽ ഞാൻ ഉറങ്ങും.